2026 ജൂലൈ 5 സിറാജ് എഡിറ്റോറിയൽ. ഇതര സംസ്ഥാന തൊഴിലാളികൾ അപരരോ? കേരളീയ സമ്പദ് വ്യവസ്ഥയുടെയും സാമൂഹിക ഘടനയുടെയും ചാലകശക്തിയായി മാറിയ ഇതര സംസ്ഥാന തൊഴിലാളികളെയും അവരിലൂടെയുള്ള പണമൊഴുക്കിനെയും സംബന്ധിച്ച് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നടത്തിയ റിവേഴ്സ് റെമിറ്റൻസ് പരാമർശം വൻ വിവാദമായിരിക്കുകയാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ലളിതമായ സമവാക്യങ്ങൾ വെച്ചോ ഇടുങ്ങിയ പ്രാദേശികവാദ ചിന്താഗതികളിലോ അളന്നു തീർക്കാവുന്നതല്ല മനുഷ്യൻ്റെ അധ്വാനവും അതിലൂടെ ലഭിക്കുന്ന പണത്തിൻ്റെ വിനിമയവും. വിദേശ രാജ്യങ്ങളിൽ ചോര നീരാക്കി പണിയെടുത്തുണ്ടാക്കുന്ന റെമിറ്റൻസ് ബാഹ്യവരുമാനം കൊണ്ട് അതിജീവനത്തിൻ്റെ അധ്യായം രചിച്ച ഒരു സംസ്ഥാനം സ്വന്തം മണ്ണിൽ വന്ന് അധ്വാനിക്കുന്ന മനുഷ്യരുടെ കൂലിയെ ചോർച്ചയായി കണക്കാക്കുന്നത് ചരിത്രപരമായ വിരോധാഭാസമാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക പ്രബുദ്ധതയ്ക്കും ആഗോളതലത്തിൽ മലയാളി കൈവരിച്ച പ്രവാസി സ്വത്വത്തിനും നിരക്കാത്തതായിപ്പോയി ഈ പ്രസ്താവന. ഇതര സംസ്ഥാന തൊഴിലാളികളില്ലാതെ മുന്നോട്ടു പോകാൻ പറ്റാത്ത സാമ്പത്തിക വ്യവസ്ഥയാണ് നിലവിൽ കേരളത്തിൻ്റേത്. നിർമ്മാണ മേഖല, ചെറുകിട വ്യവസായങ്ങൾ, കൃഷി, ഹോട്ടലുകൾ, മത്സ്യബന്ധനം തുടങ്ങി സർവത്ര തൊഴിൽ മേഖലകളിലും പശ്ചിമ ബംഗാൾ, അസം, ബീഹാർ, ഒഡീഷ, ഉത്തർപ്രദേശ്, ജാർഖണ്ഡ് തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുടെ സാന്നിധ്യം ധാരാളമുണ്ട്. കേരളീയ യുവാക്കൾ വിദേശ തൊഴിലവസരങ്ങളിലേക്കും സർവകലാശാലകളിലേക്കും നീങ്ങിയതോടെ രൂപപ്പെട്ട തൊഴിലാളിക്ഷാമം നികത്തിയത് അവരാണ്. മറ്റിടങ്ങളിൽ പോയി അധ്വാനിക്കുന്ന തൊഴിലാളികൾ അവരുടെ സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം കുടുംബങ്ങൾക്ക് അയക്കുന്നത് പുതിയ കാര്യമല്ല. സാമ്പത്തിക ശാസ്ത്രത്തിൽ സ്വാഭാവിക പ്രക്രിയയാണിത്. ഇത് ഓരോ വ്യക്തിയുടെയും അവകാശമാണ്. അതിനെ സാമ്പത്തിക നഷ്ടത്തിൻ്റെ ഭാഷയിൽ അവതരിപ്പിക്കുന്നത് ചിന്താശൂന്യവും. സ്വന്തം അധ്വാനത്തിൻ്റെ ഫലമാണ് അവർ അയക്കുന്നത്. സർക്കാരിൻ്റെ ഔദാര്യമോ സൗജന്യമോ അല്ല. അധ്വാനത്തിൻ്റെ മൂല്യവും വേതനത്തിൻ്റെ അവകാശവും അതിരുകൾക്കപ്പുറത്താണ്. ലക്ഷക്കണക്കിന് മലയാളികൾ ഗൾഫ് നാടുകളിലും മറ്റു വിദേശ രാജ്യങ്ങളിലും പോയി ജോലി ചെയ്ത് അയക്കുന്ന പണമാണ് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ വളർത്തിയത്. ഏതെങ്കിലും ഒരു ഗൾഫ് നാട്ടിലെ ഭരണാധികാരി മലയാളികൾ ഇവിടുത്തെ പണം കേരളത്തിലേക്ക് ഒഴുക്കുന്നു, ഞങ്ങളുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അത് ഭീഷണിയാണെന്ന് പ്രസ്താവിച്ചാൽ എന്തായിരിക്കും കേരളീയ സമൂഹത്തിൻ്റെയും ഭരണകൂടത്തിൻ്റെയും പ്രതികരണം? വംശീയമെന്നോ വിവേചനപരമെന്നോ കുറ്റപ്പെടുത്തിയായിരിക്കില്ലേ നാം അതിനെ പ്രതിരോധിക്കുന്നത്? ഗൾഫ് നാടുകളിൽ അറബികൾ ചെയ്യാൻ വിമുഖത കാണിക്കുന്ന ജോലികൾ ചെയ്യാൻ മലയാളി തയ്യാറായതുകൊണ്ടാണ് അവിടെ നമുക്ക് ഇടം ലഭിച്ചത്. സമാന സാഹചര്യമാണ് കേരളത്തിലും നിലനിൽക്കുന്നത്. ഉയർന്ന സാക്ഷരതയും ജീവിത നിലവാരവും കാരണം മലയാളി ചെയ്യാൻ മടിക്കുന്ന ജോലി കുറഞ്ഞ കൂലിക്ക് ചെയ്യാൻ ഇതര സംസ്ഥാന തൊഴിലാളികൾ തയ്യാറാകുന്നു. കേരളത്തിൻ്റെ വികസന മുരടിപ്പ് ഒഴിവാകുന്നത് ഇതുകൊണ്ടാണ്. ഇവർ പെട്ടെന്നൊരു ദിവസം കേരളം വിട്ടാൽ സംസ്ഥാനത്തെ നിർമ്മാണ മേഖലയും അനുബന്ധ വ്യവസായങ്ങളും സ്തംഭിക്കും. ഇത് വരുത്തിവെക്കുന്ന സാമ്പത്തിക നഷ്ടം അവർ നാട്ടിലേക്ക് അയക്കുന്നതിനേക്കാൾ 10 മടങ്ങായിരിക്കും. 1970കളിൽ ബാൽ താക്കറെയുടെ നേതൃത്വത്തിൽ ശിവസേന ഉയർത്തിയ മണ്ണിൻ്റെ മക്കൾ വാദത്തെ ഓർമ്മപ്പെടുത്തുന്നു മുഖ്യമന്ത്രിയുടെ റിവേഴ്സ് റെമിറ്റൻസ് പരാമർശം. മുംബൈയിലെ ബാങ്കുകളിലും സർക്കാർ ഓഫീസുകളിലും മറ്റും ജോലി ചെയ്യുന്ന ദക്ഷിണേന്ത്യക്കാർ, വിശിഷ്യ മലയാളികളും തമിഴരും മറാത്തികളും തൊഴിലവസരങ്ങൾ കവർന്നെടുക്കുകയും മഹാരാഷ്ട്രയുടെ പണം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ഒഴുക്കുകയും ചെയ്യുന്നുവെന്നായിരുന്നു അന്ന് ശിവസേനയുടെ ആരോപണം. മുംബൈയിൽ അക്കാലത്ത് മലയാളികൾക്ക് ശിവസേന ചാർത്തിയ അപരൻ പദവിയാണ് കേരളത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ഈ പ്രസ്താവനയിലൂടെ ചാർത്തുന്നത്. ഇവർ സമ്പാദിക്കുന്ന പണം മുഴുവൻ പുറത്തേക്ക് പോകുകയാണെന്ന വാദം വസ്തുതാപരമായി തെറ്റാണ്. 30-35 ലക്ഷം വരുന്ന ഇവർ തങ്ങളുടെ ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, യാത്ര തുടങ്ങിയ ദൈനംദിന ജീവിതത്തിനായി വലിയൊരു തുക കേരളത്തിൽ തന്നെയാണ് ചെലവിടുന്നത്. അവർ വാങ്ങുന്ന ഓരോ ഉൽപ്പന്നത്തിൻ്റെയും GST ഇനത്തിൽ വലിയൊരു തുക സംസ്ഥാന ഖജനാവിലേക്ക് നികുതിയായി എത്തുന്നുണ്ട്. കേരളത്തിലെ ആഭ്യന്തര വിപണി സജീവമായി നിലനിർത്തുന്നതിൽ ഇവരുടെ പങ്ക് ചെറുതല്ല.
വിപണിയുടെ ആരോഗ്യകരമായ നിലനിൽപ്പിനാവശ്യമായ ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയാണ് നടക്കുന്നത്. കേരളത്തിന് സാമ്പത്തിക പ്രയാസമുണ്ടായിരിക്കാം. അത് വരച്ചു കാണിക്കേണ്ടത് ഇതര സംസ്ഥാന തൊഴിലാളികളെ പ്രതിക്കൂട്ടിലാക്കിയല്ല. അവർക്ക് മേൽ എന്തെങ്കിലും നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയോ സാമ്പത്തിക ചെലവിടലിൽ ഇടപെടുകയോ ചെയ്യേണ്ടെന്നല്ല. പക്ഷേ അധിക്ഷേപത്തിന് തുല്യമായ വാക്കുകൾ അപലപനീയമാണ്. മനുഷ്യാവകാശങ്ങൾക്കും തൊഴിലാളികളുടെ വിയർപ്പിനും മുൻഗണന നൽകിയ രാഷ്ട്രീയ പാരമ്പര്യമാണ് സംസ്ഥാനത്തിൻ്റേത്. ഇതേ കേരളത്തിൽ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് പൊതുസമൂഹത്തിൽ തെറ്റായ ധാരണ സൃഷ്ടിക്കാൻ ഇടയാക്കുന്ന പ്രസ്താവനകൾ ഉണ്ടാകുന്നത് നാടിൻ്റെ പാരമ്പര്യത്തിന് യോജിച്ചതല്ല. ഇതര സംസ്ഥാന തൊഴിലാളികളെ കേവലം ഒരു സാമ്പത്തിക ഘടകമായി കാണാതെ അവരെ മനുഷ്യരായി ഉൾക്കൊള്ളാനുള്ള സാമാന്യബോധം നേതാക്കൾക്കുണ്ടാകണം. സംശയത്തിൻ്റെ നിഴലിൽ നിർത്താതെ കഠിനാധ്വാനം ചെയ്യുന്ന അവരുടെ അന്തസ്സും സാമൂഹിക സുരക്ഷിതത്വവും ഉറപ്പാക്കുകയാണ് ഭരണാധികാരികൾ ചെയ്യേണ്ടത്.